ബാക്ക് ടു മൈ ചാനലിന്. അതായത് ഇന്ന് വന്നിട്ടുള്ള ഒരു പുതിയ ഗെയിമായിട്ടാണ് മഞ്ജുളിക ദ ഹൊറർ ഗെയിമാണ്. അപ്പോൾ എല്ലാവർക്കും ഇത് അറിയുമെന്ന് വിചാരിക്കുന്നു. ഞാൻ കുറേ ആയി കളിക്കാമെന്ന് വിചാരിക്കുന്നത്. പിന്നെ 2 ദിവസം മുമ്പ് ഞാൻ വീഡിയോ ഒന്നും ഇട്ടിട്ടില്ല. അതുകൊണ്ട് എനിക്ക് കുറച്ച് തിരക്കുണ്ടായിരുന്നു. ഇൻഡിപെൻഡൻസ് ഡേയും അതും ഇതും, നാളെ എൻ്റെ ബർത്ത്ഡേയും ഇന്നലെ മുത്തൻ്റെ ബർത്ത്ഡേയും ഒക്കെ കൂടി തിരക്കായപ്പോൾ ഞാൻ ഇട്ടിട്ടില്ല. അപ്പോൾ എല്ലാവരും ചാനൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം ഗൈസ്. അപ്പോൾ നമുക്ക് കളിയിലേക്ക് പോവാം. ഇവിടെ തന്നെ എന്തൊക്കെ ഉണ്ട് നോക്കട്ടെ. ആദ്യം അത് ബോംബുണ്ട്. ഇവിടെ വേറൊന്നുമില്ല. ബോംബുണ്ട്. ഫസ്റ്റ് തന്നെ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താ അറിയോ? ബോംബ് എടുക്കുക, ഇതെടുക്കുക, അവിടെ ഡ്രോപ്പ് ചെയ്യുക, ഇവിടെ ഹൈഡ് ചെയ്യുക. അപ്പം മഞ്ജുളിക വന്നിട്ട് പോവില്ലേ? അപ്പം നമ്മൾ മഞ്ജുളികേൻ്റെ പുറകെ പോയിട്ട് നോക്കണം മഞ്ജുളിക എവിടേക്കാണ് പോകണേന്ന്. അപ്പം എല്ലാവർക്കും ഈ ഗെയിം അറിയാമെന്ന് വിചാരിക്കുന്നത്. മഞ്ജുളികയാണെങ്കിൽ വരുന്നില്ലല്ലോ. മേലിൽ ഓടി വരുന്നുണ്ടാവും. നമുക്കൊന്ന് അതാ പോയി വരുന്നുണ്ട്. ഈസ് വരുന്നുണ്ട്. വരുന്നുണ്ട്. തിരിച്ചുകൊണ്ട് വാതിലിൻ്റെ അപ്പുറം കിടന്നിട്ട് നമുക്ക് പോകാം. 2 മിനിറ്റ് വെയിറ്റ്. മഞ്ജുളിക പോകുന്നുണ്ട്. നമുക്ക് ഇങ്ങനെ പോവാം. മഞ്ജുളിക എങ്ങോട്ടാ നോക്കട്ടെ. ഒക്കെ പറഞ്ഞുണ്ട്. ഷോലില്ല. ഇവിടെ ഒന്നുമില്ല. ഉള്ളിൽ പോയി നോക്കാം. അപ്പോൾ ഗൈസ്, ഞാൻ എന്താ മുണ്ടാത്ത വെച്ചാൽ ഇതിൽ ഗെയിമിൽ കോൺസെൻട്രേഷനാണ്. മഞ്ജു ചേച്ചി വരുമോ എന്തോ? വരുമായിരിക്കും. വരാണ്ടിരിക്കൂല. വരും. ചേച്ചി വരും. എനിക്ക് കുറച്ചൊക്കെ വയ്യ. മഞ്ജു ചേച്ചി, അഞ്ജലിക ചേച്ചി, മഞ്ജു ചേച്ചി താഴക്കാൻ തോന്നുന്നു. നമ്മൾ കണ്ടിട്ടുണ്ടോ? കണ്ടെങ്കിൽ ഇങ്ങനെ നടക്കൂലല്ലോ. താഴക്കാൻ തോന്നുന്നു. താഴക്കാൻ നമുക്ക് താഴെന്ന് വെച്ചാൽ ഇവിടെ ഒരു വീടുണ്ട്. ഞാൻ നോക്കി വെച്ച
ഈസ് മഞ്ജു ചേച്ചിക്ക് കണ്ണ് കാണില്ല. തീരെ കണ്ണ് കാണില്ല. സൗണ്ട് മൈൻഡ് ചെയ്യണ്ട. അങ്ങനെയാണ് സോടി പോട്ടെ. ഞാൻ അപ്പുറത്തെ ഭാഗത്ത് പോട്ടെ. ഇങ്ങോട്ട് നോക്കിക്കോട്ടോ. എന്താ അറിയില്ല. ആ കിട്ടി. ഇതൊന്ന് താഴ്ക്കുന്നു. നമ്മൾ കീ ഡ്രോപ്പ് ചെയ്തിട്ടുണ്ട്. മഞ്ജു ചേച്ചി വരുന്നുണ്ട്. അപ്പോൾ മഞ്ജു ചേച്ചി പോയി വരുന്നുണ്ട്. സ്കൂട്ടറിൻ്റെ ഒരു വീൽ എവിടെയായിരുന്നു? ഞാൻ കണ്ടില്ലല്ലോ. സ്കൂട്ടർ എവിടെ അതറിയില്ല. അതുകൊണ്ട് സ്കൂട്ടറിൻ്റെ വീൽ കെട്ടിക്കാതെ
ഗൈസ് ഞാൻ അറിയാണ്ട് കീ ഡ്രോപ്പ് ചെയ്ത് കീ ഇനി അവിടെ കിടക്കട്ടെ, എന്തെങ്കിലും ആവശ്യം വരുമ്പോൾ എടുക്കുക. അപ്പോൾ ഒരു വീല് കിട്ടി. അത് അവിടേക്കാണ് നടന്നു കഴിഞ്ഞാൽ തിരിച്ചു പോകുന്നുണ്ട്. Set the whole wheel. Stay. എന്തിൻ്റെ കീയാ? സ്കൂട്ടറിൻ്റെ കീയാണ് ഗൈസ്. അത് കിട്ടിയിട്ട് ഇപ്പോൾ കാര്യമൊന്നുമില്ലേ. ഗ്രാനി പോലൊന്നുമില്ല. സൗണ്ട് കേട്ടാൽ അപ്പം ഓടി വരും നമ്മളെ മഞ്ജുലിക. വയ്യാത്തൊരാളാണ് അത്ര, അതിനൊരു വയ്യായികയില്ല. ഓപ്പൺ ചെയ്യാൻ പറ്റില്ല. കേക്കൊക്കെ കിട്ടപ്പം എന്തിനാ? സ്കൂട്ടറിൻ്റെ വീല്. അപ്പം 2 വീല് മതിയാ? സ്കൂട്ടർ എവിടെയല്ലേ? സ്കൂട്ടർ ഏതോ റൂം തുറന്നിട്ട് ഏതോ ഇതൊക്കെ മാറ്റുമ്പോഴാണ് സ്കൂട്ടറിലായി. പക്ഷെ ഇത് റൂമായില്ല. റൂമിൻ്റെ ഒരു കട്ടിലുണ്ട്. ഈ റൂമാന്ന് തോന്നുന്നു. ഇതല്ല. പിന്നെ ഏത് റൂമാണ്? ഞാൻ ആക്സസ് ചെയ്ത് തുറക്കാനില്ലേ, ആ റൂമാണോന്നും അറിയില്ല. ഇത് വേണം ടോപ്പ് ഹൈഡ്. ഞാൻ ആക്സസ് ചെയ്ത റൂം തുറക്കാണ്ട് അതാണോന്ന് അറിയില്ല. അപ്പം അതിലായിരിക്കും ഇതുണ്ടാവുക. നമ്മൾ സ്കൂട്ടറിൻ്റെ ഇത് വെക്കണ്ടേ. സ്കൂട്ടർ 2 കിലോ വരെ. 2 കിലോ സ്കൂട്ടറിൽ 3 കിലോ 2 കിലോ. ഇപ്രാവശ്യം നമ്മൾ സ്കൂട്ടർ എസ്കേപ്പാണ്. സ്കൂട്ടറിനുള്ള എല്ലാ സാധനം കിട്ടി. ഐസ്. ഈ മഞ്ജു ചേച്ചി വരുന്നില്ലല്ലോ. മഞ്ജു ചേച്ചി വരുന്നില്ല ഐസ്. ഞാനാണെങ്കിൽ മഞ്ജു ചേച്ചിനെ വിളിച്ചു വരുത്താനായിട്ടാണ് സ്കൂട്ടറിൻ്റെ ഇതിട്ട്. സ്കൂട്ടറിൻ്റെ ഹാൻഡിലൊക്കെ കിട്ടി. അവന് അവിടെ റൂം പോകണം. അവിടെ
സ്കൂട്ടറിന് ആക്സ് വെച്ചിട്ട് റൂം തുറക്കാണ്ട് ആ റൂമിലാണ് എനിക്ക് തോന്നുന്നത്. ചേച്ചി പോകുന്നുണ്ട്, തിരിച്ചു വരുമെന്തോ. കഴിഞ്ഞാലില്ലേ അപ്പോൾ ഗൈസ് നമുക്ക് പുറത്തേക്ക് ഇറങ്ങാം. ചേച്ചി തിരിച്ചു വരുന്നുണ്ടോ നോക്കട്ടെ ഗൈസ്. നമുക്ക് ഐസിൽ ആക്സ് എടുത്തിട്ട് പോവാം. പിക്കപ്പ് ദ ആക്സ്. കഴിഞ്ഞ കളിയാണ് സീന് ഗൈസ്. ഞാൻ ഇതൊന്ന് കളിച്ചു നോക്കിയിരുന്നു. ഒരു കുന്ത്രാണ്ടും കിട്ടിയില്ല വെച്ചാ ഒറ്റ കുന്ത്രാണ്ടും കിട്ടിയില്ല. ചേച്ചി എവിടേക്കാ പോയെന്നറിയില്ല ഗൈസ്. മേലെയാണ് നമുക്ക് താഴെക്കെടുത്ത് ചാടിയിട്ടാണ് ഇതാക്കുക. എവിടേക്കാ പോയെന്ന് അറിഞ്ഞില്ല. ആക്സ് കൊണ്ടിരിക്കണ റൂം ഏതാ? താഴെ അതാ മഞ്ജു ചേച്ചി വരുന്നുണ്ട്. താഴേക്ക് ചാടാ. അവിടെ റൂമുണ്ട്. ഇതോ? ഇവിടെ അല്ല, അപ്പുറം തോന്നുന്നത്. മഞ്ജു ചേച്ചി അവിടെ പോകുന്നുണ്ട്. അപ്പുറം റൂമുണ്ട്. ഇവിടെ അല്ലേ, ഇനി മേലെയാണോ? എവിടെ ഒരു ആക്സ് വെച്ച് തുറക്കേണ്ട റൂമുണ്ട് ഗൈസ്. എനിക്കറിയാം താഴെയാണ് എൻ്റെ ബലമായ സംശയം. ഇതല്ല, ഇവിടെ പിന്നെ അതെവിടെയാണ്? മേലെയാണോ? മേലെയാണോ? തീർന്നു നമ്മൾ. മഞ്ജു ചേച്ചിയും താക്കറിയാനെ നമുക്ക് ശേഷം കണ്ടു. ഞാൻ കണ്ടു. അത് ചിലപ്പം താക്കനായിരിക്കും. ഇവിടെ എവിടെ റൂമുണ്ടോ? ആ റൂമോ? പുറത്തേക്കുള്ള റൂം. അത് ലോക്ക് ചെയ്തിട്ട് അതിൻ്റെ കീ അവിടെ വെച്ചേക്കുക. കീ എന്തായാലും നമുക്ക് ഈ ഗെയിമിൽ അത് കൊടുത്തില്ല. നമുക്ക് വിളിച്ച് തൂണിൻ്റെ വർഗിൽ തൂണിൻ്റെ വർഗിൽ വിളിച്ചേക്ക അതിലേക്കും പറഞ്ഞു തരും. നമുക്ക് കാണുമോ എവിടേക്ക്? അപ്പുറത്തേക്ക് നമുക്ക് നൈസിൽ ഇപ്പുറത്തേക്ക് പോവാം. നമ്മൾ ഇപ്പുറത്തി നൈസിൽ പോവാം. നമുക്ക് മേലക്ക് ചാടിപ്പോ. അതാ ഇതന്നെ. അയ്യോ, ഹൈഡ് ഇവിടെ. അവിടെ ഇടയാൻ പറ്റില്ല. ഞാൻ വണ്ടായി. ഗൈസ്, ഇമ്മച്ചിൻ്റെ ശബ്ദം കേട്ടിട്ട് ഞാൻ പേടിച്ചേ. ഇമ്മച്ചിൻ്റെ ശബ്ദം കേട്ടിട്ട് ഗൈസ് ഞാൻ പേടിച്ചേ. പെട്ടെന്ന് എന്നുള്ള ശബ്ദം. നമ്മൾ ഫസ്റ്റ് റൗണ്ട് തന്നെ ജയിക്കുകയാണെങ്കിൽ അടിപൊളിയായിരുന്നാണ് ഞാൻ പറയുന്നത് അല്ലേ? വിളിക്കൂലേ ഫസ്റ്റ് റൗണ്ട് ജയിക്കുകയാണെങ്കിൽ. ഡേ 1 ഇതുവരെ മഞ്ജു ചേച്ചി നമ്മളെ പിടിക്കാനില്ല. പുറത്തിറങ്ങട്ടെ. നീക്കൊന്താ നമ്മൾ ഇറങ്ങാൻ തന്നെയല്ലേ പോണി. ഞാൻ പെട്ടെന്ന് ഒറ്റടിക്ക് ഓർമ്മിപ്പിക്കല്ലേ പോന്നെ. ഇത് മാറ്റതാ എങ്ങനെ? പെയിൻ്റ് അങ്ങോട്ട് വരില്ലേ? എനിക്ക് വേണം. അതാ ഞാൻ ഇവിടെ അപ്പർ കീയും കിട്ടിയോ? കീ ഞാൻ നേരത്തെ ഇവിടെ ഇട്ട് പോയതാ. നിലത്ത് എടുക്കുമ്പോൾ എന്ത് വലിയ കീയാ. എടുക്കുമ്പോൾ ഒരു ചുണ്ണാമ്പി സാധനം. എന്താ? ഹാമർ വെച്ച എവിടെയോ പൊട്ടിക്കാണ്ടെന്ന് ഞാൻ പറഞ്ഞു. സ്കൂട്ടർ എസ്കേപ്പ് ചെയ്യണോ? മറ്റേ സാധനം എസ്കേപ്പ് ചെയ്യണോ? മറ്റേ എസ്കേപ്പല്ലേ സുഖം. സ്കൂട്ടറിനും കേട്ടോ. എന്നാൽ ശരി. ഇവിടെ നിന്ന് ഈ വീലെടുക്കുന്ന സുഖമല്ല. അവിടെ പോയിട്ട് നമ്മളില്ലേ കീ ഡ്രോപ്പ് ചെയ്ത് ഒളിച്ചെന്ന് മഞ്ജു ചേച്ചി വന്ന്
വന്ന് നോക്കി. എന്താ കണ്ണ് കളിക്കാൻ ഇത് കയ്യിൽ നിൽക്കുന്നില്ല സാധനം. കൺട്രോള് അവിടെ 2 ഉണ്ട്. അവിടെ നമ്മൾ കയറി തന്നെ അവിടെ ഉണ്ടോന്ന്. അപ്പോൾ നന്നായി ഒന്ന് നമ്മളതിൽ ഫിറ്റും ചെയ്തിരിക്കുന്നേ. നമ്മളിത് കീ ഡ്രോപ്പ് ചെയ്യാണ്ടാണ്. നമ്മൾ അവിടെ കയറി തന്നെ അവിടെ ഒന്ന് കണ്ട് ഒന്ന് ഫിറ്റും ചെയ്തിരിക്കുന്നത്. 2 ഞാൻ ഔട്ടറിങ്ങല്ലേ 2 ഞാൻ ഇവിടെയും കണ്ട്. അപ്പോൾ സെറ്റായില്ലേ. മറ്റേ സാധനവും കണ്ട് ഇങ്ങനെ തുഴയുന്നുണ്ടാവില്ലേ, അതും കണ്ട്. പിന്നെ ബോംബും ഉണ്ട്. അത് പോട്ടാ? ബോട്ടല്ല. ഓ മഞ്ജു ചേച്ചി അവിടെ പോയിരിക്കുക. അത് തിരിച്ച് അവിടെ തന്നെ ഒന്നും കൂടി പോയി. ഗൈസ് ഇനി മഞ്ജു ചേച്ചി വരാണ്ട് നമുക്ക് പോകാൻ പറ്റില്ല. ആ വീലെടുത്ത് കിടക്ക് വരുമ്പോഴത്തേന് മഞ്ജു ചേച്ചി ഇവിടെ നമ്മളെ കാത്തിട്ടുണ്ടാവും. എന്തൊക്കെയായിട്ട് സുഖല്ലേ? സുഖല്ലേ, എന്തൊക്കെയുണ്ട് വിശേഷം എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. മഞ്ജു ചേച്ചി അവിടേക്ക് പോട്ടെ. ഈ ബീസൊക്കെ കളിച്ചവരമാ. എനിക്ക് തന്നെ പേടിയുണ്ട്. ബീസൊക്കെ കളിച്ചവരെ അവസ്ഥ ഒന്ന് ആലോചിച്ചോ ഗൈസ്. എത്ര പേടിച്ച് തൂറിയിട്ടുണ്ടാവും അവര് ബിലീസൊക്കെ കളിക്കുന്നവര്. അടുത്ത ഏത് ഗെയിം പ്ലേ വേണമെന്ന് കമൻറ്റ് ചെയ്യും. മഞ്ജു ചേച്ചി അവിടെ തന്നെ ഒക്കെ. മഞ്ജു ചേച്ചി കൂട്ടിണ്ട്. നമ്മൾ വീലെടുത്ത് എടുക്കുമ്പോൾ സ്കൂട്ടർ എക്സ്കേപ്പ് ചെയ്യണം. സ്കൂട്ടർ എക്സ്കേപ്പിന് എത്ര വീലാണ്? ഇതന്നെ ചെയ്യുക. ഇതിൽ മൊത്തം വീലും കിട്ടിയല്ലോ. താത്ത ലേറ്റ് ആവാ കേസ്. മഞ്ജു ചേച്ചി വരുന്നില്ലല്ലോ. ഈ അങ്ങോട്ട് പോയി ചെന്ന് കൊടുക്ക്. പിന്നെ പോയൊക്കെ എവിടെ ഉണ്ടെന്ന് അവിടെ തന്നെ ഉണ്ടോ? പോയി വരും. അത് വരട്ടെ. അവിടെ നിന്നിട്ട് പിടിച്ച ഇവിടുന്ന് ടയറെടുത്ത് പോവാ. പിടിക്കുകയാണെങ്കിൽ പിടിക്കട്ടെ. ഒരു ടയറ് കിട്ടിയെടുത്ത് താഴല്ല, ഇവിടെ തന്നെയാണ്. പുറകുന്ന് വന്നടിച്ചടി. ഡേ 2 ഒരു ഡേയും കൂടിയുള്ളത് നമുക്ക്. ഗൈസ് മഞ്ജു ചേച്ചി പുറകുന്ന് വന്നടിച്ച്. വേളിയും മറ്റേ കുറച്ചുകൊണ്ട് നന്നായി. പണ്ഡിതന്മാരെ മുന്നും ബാക്കും നോക്കാതെ ഒന്നും ചെയ്യരുത് പറയണേ. സത്യം. ഇപ്പം മഞ്ജു ചേച്ചി കണ്ട് ഇപ്പം വരുമായിരുന്നു. ഞാൻ അന്വേഷിച്ച് കൂടെ എന്താ ബോംബ് വരുന്നുണ്ടാ ഈ സ്പൂണൊക്കെ വേറെ ചുറ്റിക്കുന്നോക്കടി. ഗ്ലിച്ചടിച്ചാ പോയില്ലേ. വാങ്ങണ്ടോ? ഗൈസ് അങ്ങനെ നമ്മൾ ഈ കളി തോറ്റില്ല. ഒരു ടൈം കൂടി ഉണ്ട്. അത് ഞാൻ കളിക്കട്ടെ. മഞ്ജു ചേച്ചി ചിലപ്പോൾ ഇവിടെ നിന്ന് പോയിട്ടുണ്ടാവും. ഈ ഒരു ഡേയും കൂടി ഉള്ളു. ഇതും കൂടിയും കഴിഞ്ഞാൽ നമ്മൾ ഫുള്ള് ചോപ്പ്. മഞ്ജു ചേച്ചി ഇട്ട ഡ്രസ്സും ചോപ്പ്. മനസ്സിലാവൂല പെട്ടെന്ന്. അതാണ് ഗൈസ്, അതാണ് പ്രശ്നം. ഈ മഞ്ജു ചേച്ചിക്ക് വെള്ളേ നീലേ പച്ച കല്യാണത്തിന് പോകണല്ലോ. ഇങ്ങനെ നല്ല ഡാർക്ക് കളർ ഇടുക. ഇവിടെ നല്ല വേറെ സ്ഥലം. ഇതാ വരില്ലേ? ഇവിടെ നിന്നാണ് എന്നെ അടിച്ചേ. ചേച്ചി ഇവിടക്ക വന്നേ. ഇങ്ങോട്ടല്ലോ വന്നേ.
അപ്പുറത്തേക്ക് നണ്ടി. ആ കണ്ടെന്ന് തോന്നുന്നു. അതെയോ? പേടിയാണ്, പേടിച്ചിട്ടാണ് ഈ ഗെയിം കളിക്കുന്നത്. അത് രാത്രി ഗൈസ് സമയം തമ്മിലത്തെ 11 മണിയാണ്. എത്ര 22-22 ഇവിടെ ഞാൻ കളിക്കുന്നത്. ആ ഇത് ലേറ്റ് അടിപൊളിയുണ്ട്. മഞ്ജു ചേച്ചി താഴ്ക്കുമുണ്ട്. അവിടെ എത്തിയിട്ടാണ് എനിക്ക് വീല് കൊണ്ടുപോയി വെക്കാൻ. വീല് അപ്പുറമല്ലായിരുന്നു, പക്ഷേ നേരത്തെ കൊണ്ടുപോയി വെച്ചതിന് അങ്ങനെ ലൈറ്റ് മാറ്റില്ല. ലൈറ്റ് ഇങ്ങനെ മാറ്റിയില്ലേ. അടുത്ത വീല് കൊണ്ടുപോയി വെക്കാം. ഇവിടെ ഇവിടെ അല്ല, ഞാൻ നോക്കി താഴെക്കിറങ്ങി. വീല് 2 കൂടി. ഇതിൽ ഒന്ന് അവിടെ ഇട്ടിരിക്കുന്നു, ഒന്നും ഉണ്ട് ഇവിടെ. ഒന്നും ഇവിടെ അടുത്ത് തന്നെ ഉണ്ടല്ലോ. ചുമരിനോട് ചാരി പോകും. എന്താ അറിയില്ല, ഫോണിൻ്റെ പ്രശ്നമാണെന്നൊന്നും അറിയില്ല. എൻ്റെ കളിക്കുന്നത് എൻ്റെ പ്രശ്നം. അടുത്ത വീലും കിട്ടി. വേഗം കളി തീർക്കാൻ നോക്കാം ഗൈസ്. ഈ മഞ്ജു ചേച്ചിയല്ലേ ഓടി വരും. ഈ കളിയായിട്ട് പോയത് എത്രാമത്തെ ഡേ? ഈ കളിയായിട്ട് പോയ നമ്മളെ തല ഇവർക്ക് ഗ്രാനീനെ പോലെ 4 ദിവസം തന്നൂടെ. ഒറ്റൊന്നും കൂടിയില്ലേ? ഒറ്റ ഒരു വീലും കൂടി. ഇനി തുഴയുള്ളതാണോ? അത് ഞാൻ എടുക്കുന്നത്. അതിൽ വെച്ചോ? അവിടെ ഉണ്ട്. അതല്ലേ വീല് തന്നെ ഉള്ള സാധനം ഇവിടെ തന്നെ ഉണ്ട്. അപ്പം ഗൈസ് 4 വീല് ഗൈസ്, 4 വീല്. ഇവിടെ നിന്നായിട്ട് വീലായിട്ട് അറിയാണ്ട് ഡ്രോപ്പ് ചെയ്ത് പോയാലോ. തീർന്ന് തുഴയുള്ള സാധനം കൂടി എടുത്തിട്ട് താഴെ പോണം. ബോംബ് എടുക്കണ്ടേ? പൊട്ടിക്കണ്ട. ഇന്നത് അത് കീ വെച്ചൊന്നുമല്ല തിരക്ക്, പൊട്ടിക്കുക ചെയ്യുക. താഴെ പോയി എടുത്ത് വന്നിട്ട് വേണം. അതാ താഴെ തന്നെ മേലെ കട്ടെ. അപ്പം നമുക്ക് ഇവിടുന്ന് എടുത്ത് വെയിറ്റ് ചെയ്യാം. അത് എടുത്ത് വന്ന് അവിടെ വെക്കണം. ഡ്രോപ്പ് ചെയ്യുമ്പോൾ മഞ്ജു ചേച്ചി ഓടി വരും. ചില സമയത്ത് മഞ്ജു പറ്റിക്കാറുണ്ട്. ഇവിടെ നിന്നല്ല നമ്മൾ വന്നേ. അപ്പോൾ ഇവിടെ തന്നെ ബോംബുള്ളേ. ബോംബിട്ട് അപ്പോൾ ബോംബ് പൊട്ടിച്ചാൽ കേൾക്കൂലേ? ബോംബ് പൊട്ടിച്ചാൽ നമുക്ക് അപ്പം തന്നെ പോയിട്ട് ഇതാക്കാം. ഹൈഡല്ലേ, നമുക്ക് അപ്പം തന്നെ കയറി പോവാം. പക്ഷേ എവിടുന്ന കുട്ടികൾ അവിടെ പക്ഷെ പ്രശ്നം അതാ മോളിൽ ചിലപ്പോൾ ഇങ്ങോട്ടായിരിക്കും വരിക. ഇതിൽ കൂടെ ചുറ്റി വരൂലേ? കൂടെ ഇങ്ങനെ വരും. അതുകൊണ്ട് ഇവിടേക്ക് വരട്ടെ. അപ്പം നമുക്ക് അവിടേക്ക് പോവാം. ഇതിലോ ചൊറിയോണ്ടിങ്ങനെ പോകുന്നതിനിടയിൽ ബോംബ് പറ്റ ഡ്രോപ്പ് ചെയ്താലോ? അത് ഹൈഡൊന്നും ഇല്ലാത്ത സ്ഥലത്ത് നടുവെന്നറ്റോ മഞ്ജു ചേച്ചി അവിടെ. മഞ്ജു ചേച്ചി വരുന്നില്ലേ? ബാക്ക് കൂടെ വന്നടിച്ച ഇവിടെ കണ്ടേ തോന്നണേ. വരുന്നേ കണ്ടിട്ടൊന്നുമില്ല. കാണണേ നടുക്കൂടെ ഇങ്ങനെ വരുന്നത് പറഞ്ഞില്ല, കണ്ടിട്ടില്ലാന്നേ. അതിൽ കണ്ണ് വലുതായിട്ട് കാണൂല. എനിക്ക് പേടി എന്താ അറിയോ, ഇപ്പോൾ നമ്മൾ ഡ്രോപ്പ് ചെയ്ത് അപ്പം നമ്മൾ എവിടെ പോയിട്ട് നിൽക്കുക? പെട്ടെന്ന് ഓടി വരില്ലേ? നമ്മളെവിടെ പോയിട്ട് നിൽക്കുക? ഇങ്ങനെ കളിച്ചാലേ നമ്മൾ തോക്കും. ഇനി അതും കൂടി കൊണ്ട് എടുത്താൽ അയ്യോ സ്റ്റാഫുള്ള ഞാൻ താഴ്ക്കു പോവോ? ഗൈസ് അത് തിരിച്ചു വരും ഗൈസ്. നേരത്തെ അതാണ് പറ്റിയത്.
തിരിച്ചു വന്നത് കൊണ്ട് നമ്മൾ കുറച്ച് നേരം ഇവിടെ ഇങ്ങനെ നിൽക്കണം. ഒരു 10 മിനിറ്റ് ഉണ്ട്. തിരിച്ചു വരുന്നുണ്ട് ഈ ഗെയിമിൽ. തിരിച്ചു വരുന്നില്ലാണ്ടാക്കിയാൽ ഞങ്ങൾ എന്നോ ജയിച്ചു അല്ലേ? അല്ല ഇത് അവിടെ ഒളിഞ്ഞു നിൽക്കും. മറ്റു ചേച്ചി താഴ്പ്പാണോ? അവിടെയാണ് വീടുള്ളത്. മറ്റു സാധനം താഴെയുന്നത് താഴെ എത്തുമെന്ന് നോക്കണ്ട്. ലിവർ എന്നാണല്ലോ ഇതിൽ പറയുന്നത്. നല്ല കരളാക്കുന്നത്. ഇതവിടെ ഫിറ്റ് ചെയ്യുന്നു. ഇത് ഓമ്പ് വെച്ച് പൊട്ടിക്കുന്നു. നമ്മൾ കൊടുന്നു. അത് പണിയാവോ? ഇതെവിടെ നിൽക്കുക? അതിവിടെ സെറ്റ് വീല്. ഓ സെറ്റ് ചെയ്ത് മാച്ച് സ്റ്റിക്കോ? അതോ പിന്നെ എവിടെ ഉണ്ടാവുക? നോക്കട്ടെ. ഇനി ക്ലിയർ ചെയ്യാണ്ടല്ലോ. ലിവറല്ലേ? എന്ത് ലിവറോ കാരണം? ഈ മാച്ച് സ്റ്റിക്ക് അവിടെ ഉണ്ടാവുക. എവിടെ ഹാമർ യൂസ് ചെയ്യണമെന്ന് പറയണ്ട. ഹാമർ യൂസ് ചെയ്യേണ്ടത് ചേച്ചി എടുക്കോയേ. മാച്ച് സ്റ്റിക്കിന് 1 മണിക്കൂർ എടുക്കും. ഇപ്പോഴൊന്നും മാച്ച് ഇതെന്താ ഹൈഡ്? ഞാൻ വിചാരിച്ചു ഇതിൻ്റെ അകത്ത് കാലിയാണല്ലോ. ഇങ്ങനെ തുറക്കാനിട്ടത്. അയ്യോ മഞ്ജുകൾ വരുന്നുണ്ട്. മാച്ച് സ്റ്റിക്ക് ഇല്ലാന്നാണ് പറയുന്നത്. ഞാൻ ഓലൊക്കെ അവിടെ ഇരിക്കുമ്പോഴത്തോനെ കിട്ടി. മാച്ച് ബോക്സ് എന്നാണ് ഇതിൻ്റെ പേര്. ഇതും കൂടി വെച്ചാൽ മതി. കഴിഞ്ഞ് മഞ്ജുളി കണ്ട് ഞാൻ രക്ഷപ്പെടാൻ ഓടിക്കൊണ്ടിരിക്കുക. ഹീറ്റ് പ്രശ്നമല്ല. മഞ്ജുളി കറങ്ങി വന്നത് എന്നെ കണ്ടേ ആണ്. മാച്ച് സ്റ്റിക്കും കിട്ടി. ഇതുള്ള മെയിൻ പ്രശ്നം തിരിച്ചു വരും അല്ല അവിടെ ഒളിഞ്ഞു നിൽക്കും.
ഗൈസ് നമ്മൾ രക്ഷപ്പെടുകയാണ്. സൗണ്ട് രക്ഷപ്പെട്ട് ഭാഗ്യം ഗൈസ്. അപ്പോൾ നമ്മൾ ഈ കളി ഇവിടെ വരച്ച് നിർത്തുകയാണ്. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു. വാച്ച് ദ വീഡിയോ, ഫുൾ വീഡിയോ. ആരും സ്കിപ്പ് അടിച്ച് പോകരുത്. എൻ്റെ എക്സ്പ്രഷൻസ് ഒക്കെ ഇതിൽ കാണൂല, പക്ഷേ അത് കേട്ട് നിങ്ങൾ അറിയണം ഗൈസ്. അതുകൊണ്ട് എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ബായ്.